തൊഴുതിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് എന്താണ് അവിടെ വ്യത്യാസം വരുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഇത്രയും നാളും? ഇനി ശ്രദ്ധിക്കോ? ഇനി മുതൽ എവിടെ ചെന്നാലും നമുക്ക് അവിടെയുള്ള ഈശ്വര ചൈതന്യത്തിന്റെ ദേവതാ സങ്കല്പത്തിന്റെ എന്താണ് നമുക്ക് കിട്ടുന്നത്? നമ്മളിതെല്ലാം പറഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? എനിക്ക് സമാധാനം ഇവിടെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് ആദ്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇരിക്കുന്ന പ്രതിഷ്ഠ എന്താണ്? ഏത് ഭാവമാണ് ദേവിയുടെ? അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ തുടർന്ന് സംസാരിക്കില്ല. ഉറക്കെ പറയണം. ഭദ്ര, ബാക്കി പറയൂ. ഭദ്രകാളിയാണ്. അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയില്ലാത്തവരുണ്ടെങ്കിൽ അറിയാം. ഇവിടെ ഭദ്രകാളി സങ്കല്പമാണ്. പിന്നെ കേരളത്തിൽ പൊതുവെ ഞാൻ വരുന്നിടം അതിന്റെ ഒരു കേന്ദ്രമാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. കൊടുങ്ങല്ലൂര് ഭഗവതിയുടെ ആ ഒരു ചൈതന്യമാണ് പല സ്ഥലത്തും, കേരളത്തിൽ കൂടുതൽ സ്ഥലത്തും നമ്മൾ പ്രതിഷ്ഠിച്ചേക്കുന്നതും. അതുപോലെ കുടുംബക്ഷേത്രങ്ങളിലും ഒരുപാട് വീടുകളിൽ പോലും ഭഗവതിയെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലും ശ്രീ ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. ഇതിന് പോകുമ്പോൾ ഞാൻ പോകുന്നത് കൂടുതൽ